ഹായ് പീപ്സ്. സോ ഇന്ന് എൻ്റെ ഒരു ലേസി ഡേ ഞാനിങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കിയെന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി ഇതെൻ്റെ ഭയങ്കര ലേസി ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. വൈകുന്നേരമായപ്പോഴാണ് എനിക്കൊരു ഫ്രഷ്നെസ് ആവണം, ഒന്ന് പ്രൊഡക്റ്റീവ് ആകണം എന്നൊരു ചിന്ത എനിക്ക് വന്നത്. അപ്പം ഞാൻ പുറത്ത് തന്നെ ഇറങ്ങിയപ്പോൾ അച്ഛൻ പണിയെടുക്കുന്നു. അപ്പോൾ പിന്നെ നമുക്കും പണിയെടുക്കണ്ടേ. ഞാൻ നേരെ റൂമിൽ പോയിട്ട് ഒരു ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ചു. ഇതിൻ്റെ ഫേവററ്റ് വാനില സ്മെല്ലുള്ളൊരു കിഡിലൻ ക്യാൻഡിലാണ് കേട്ടോ. ഇത് കത്തിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ആ റൂമിന് പുറത്ത് വരെ ഈ ഒരു സ്മെല്ല് കിട്ടും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ എൻ്റെ ബെഡിൻ്റെ കോലം കണ്ടോ നിങ്ങൾ? രാവിലെ ഞാൻ ഒരു പ്രാവശ്യം വിരിച്ചിട്ടതാണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ. പക്ഷെ പിന്നെ ഞാൻ അവിടെ കിടന്ന് ഉറക്കം അവിടെ തന്നെ ആയിരുന്നു ഫുൾ ടൈം. അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും ഈ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ലേസി ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം. ഞാൻ ഭയങ്കര ക്ഷീണവും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സടകുടഞ്ഞ് എഴുന്നേറ്റ് സിംഹത്തെ പോലെ എഴുന്നേറ്റു ഗൈസ്. കറക്റ്റ് ആണോ പറഞ്ഞത് ദൈവത്തിനറിയാം എന്താണോ എൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ബെഡിൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ ഉൾപ്പെടെ എൻ്റെ ഡ്രസ്സും ബാഗും ലാപ്ടോപ്പിൻ്റെ ചാർജറും എല്ലാ സാധനങ്ങളും എൻ്റെ ബെഡിലുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്തെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങൾ അങ്ങനെയായിരിക്കും അല്ലേ, ഭയങ്കര മടി നമുക്ക് തന്നെ തോന്നും. നമ്മുടെ ബോഡിക്ക് ഒന്ന് എഴുന്നേക്കാൻ പോലും ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ കുറച്ച് റെസ്റ്റ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. ചിലപ്പോൾ റെസ്റ്റ് കിട്ടാത്തത് കൊണ്ടും ആകാം അല്ലേ. അപ്പം ഞാനങ്ങനെ റെസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ ബെഡൊക്കെ വിരിച്ചിടുകയാണ്. ആക്ച്വലി വൈറ്റ് ബെഡ്ഷീറ്റ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് ഓൾറെഡി ഞാൻ വരുന്നതിന് മുമ്പേ അമ്മ മാറ്റിയത് കൊണ്ട് പിന്നെ മാറ്റാൻ നിൽക്കണ്ടെന്ന് ഞാൻ കരുതി. അപ്പം ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ബെഡ്ഷീറ്റ്സും നമ്മുടെ ബെഡ് തന്നെ ഒന്ന് ക്ലിയർ ആക്കുമ്പം നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. ബെഡിൻ്റെ അകത്ത് മുകളിൽ പിന്നെ സാധനങ്ങൾ ഇടുമ്പം പിന്നെ നമുക്ക് മടിയാവത്തേ ഉള്ളൂ. അപ്പം ഞാൻ മാക്സിമം എപ്പോഴാണെങ്കിലും ബെഡാണ് ക്ലീൻ ആക്കാൻ നോക്കുന്നത് ഫസ്റ്റ് തന്നെ. ബെഡിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ എവിടേക്കെങ്കിലും മാറ്റി വയ്ക്കും, എന്നിട്ട് ബെഡ് ഫുൾ ക്ലിയർ ആക്കും. അപ്പം ഞാൻ ബെഡൊക്കെ ക്ലിയർ ആക്കി നമ്മുടെ പില്ലോ കവറൊക്കെ സെറ്റാക്കി എന്നിട്ട് വെക്കുകയാണ് കേട്ടോ. ബെഡിൽ തന്നെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജറും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്കെടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ബെഡിൻ്റെ ഫുൾ സെറ്റപ്പും ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ഗൈസ്. യെസ്, വി ഡിഡ് ദ ഫസ്റ്റ് ടാസ്ക്. പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. ഞാൻ താഴെ ഇറങ്ങിപ്പോയപ്പം അമ്മ ചെടിയൊക്കെ പിന്നെ റീപ്ലാന്റ് ചെയ്യും, അത് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഇതാണ് എൻ്റെ അച്ഛൻ്റെ കലാവിരുന്ന്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ആ കുട്ടിപ്പണിയാണ് ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോൾ ഞാൻ നേരത്തെ ബെഡിൽ നിന്നെടുത്ത് മാറ്റിയ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം അതിൻ്റെതായ പ്ലേസിൽ കൊണ്ട് വെക്കുന്നതാണ് സെക്കൻഡ് ടാസ്ക്. അപ്പം ഞാൻ അത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ, ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായി. അപ്പം ഞാൻ അതെല്ലാം മാറ്റി അവിടെയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയർ മാറ്റണം. ശരിക്കും ഓഫീസ് ചെയർ അപ്പുറത്ത് കിടക്കുകയും അവിടെ ഇടേണ്ട ചെയറാണ് ഞാൻ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ ഓഫീസ് ചെയർ തപ്പി പിടിച്ചുകൊണ്ട് വന്നു. അതിൽ ഇരിപ്പുണ്ട് സാധനം. ഇനി ഇത് ഡ്രസ്സിംഗ് ടേബിളിൽ വെക്കേണ്ട സാധനം, അപ്പോൾ അതും എടുത്ത് മാറ്റി. അങ്ങനെ നമ്മുടെ ഈ ഒരു പോർഷനും ക്ലിയറായി. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലൊരു വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. നിങ്ങൾ എത്ര പേർക്കുണ്ട് ഈ ഒരു സ്വഭാവമുള്ളത്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, എനിക്ക് പാട്ട് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അത് കാണണമെന്നും എനിക്കൊരു നിർബന്ധമില്ല. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ട് അത് കേട്ടുകൊണ്ട് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിനി നമ്മുടെ തേർഡ് ടാസ്ക്കാണ് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെയും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഞാൻ ഡീക്ലട്ടർ ചെയ്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ട് അതും ഒന്ന് പെറുക്കി സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ആ ഒരു ടേബിൾ എനിക്ക് തുടയ്ക്കണമായിരുന്നു. കുറേ ഫേസ് വാഷ് ഒക്കെ വീണിട്ടുണ്ട്. അതെൻ്റെ അനിയൻ്റെ പണിയാണോ എന്ന് എനിക്ക് സംശയം ചോദിക്കാൻ വിട്ടുപോയി വീട്ടിൽ ചെന്നപ്പോൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറ്റി ആ ഒരു ടേബിളും ഞാൻ ക്ലീൻ ചെയ്തൊന്ന് തുടയ്ക്കുകയാണ്. പിന്നെ ആ ഇരിക്കുന്ന ചെടിയുടെ വെള്ളം നമുക്കൊന്ന് മാറ്റണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം മാറ്റണം. പിന്നെ അതിനൊരു ഫ്രഷ്നെസ് വേണമല്ലോ. അപ്പോൾ ഞാൻ ടേബിളൊക്കെ ഒരു തുണി വെച്ചിട്ട് തുടച്ചു. ഇനി നമുക്ക് ആ ഒരു വെള്ളം കൂടെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ പണി ഇവിടെ സെറ്റ് ചെയ്തു. മീൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം മാറ്റാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അതിൽ ഓൾറെഡി ഒരെണ്ണം ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു വെള്ളം മാറ്റി പിന്നെ ആ ഒരു ചെടീനെ കൂടെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അവർക്കും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ വേണമല്ലോ, അത്രേ ഉള്ളൂ.
ഇതാ കണ്ടില്ലേ, ഞാൻ തിരിച്ചപ്പോൾ ആ ഒരു ചെടീനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സിങ് ടേബിളിലേക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കാം. അങ്ങനെ ആ ഒരു പോർഷനും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ടാസ്കും കംപ്ലീറ്റായി. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ റൂം ഫുള്ളി ഒന്ന് ക്ലീനായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് എന്താ, ഞാൻ ഒന്നുകൂടെ തുടച്ചു. കാരണം എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്നു ഞാൻ ആ ചെടിയിലെ വെള്ളം മാറ്റി വന്നപ്പം അവിടെ പിന്നെ വെള്ളമായിരുന്നു. അപ്പം ഞാനത് പിന്നെയും ക്ലീനാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോർഷനും നമ്മുടെ കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം, ഇത് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കത്തിച്ച് വെക്കാമെന്ന് കരുതി. സംഭവം എന്തായാലും നല്ല മണമാണ്. ചന്ദനത്തിരിയുടെ തന്നെ വേറെ സംഭവം, ഇനി എന്തോ പേര് പറയട്ടെ. ആക്ച്വലി അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. എനിക്ക് ആക്ച്വലി അറിയില്ല, ഞാൻ മറന്നുപോയി. കേട്ടിട്ടുണ്ടായിരുന്നു, ഞാനിത് ആമസോണിലൊക്കെ കുറേ തപ്പിയതാണ്. അപ്പോൾ അതിങ്ങനെ കത്തിച്ച് വയ്ക്കും. നല്ല രസം ഇതിൻ്റെ പുക ഇങ്ങനെ പോകുന്നത് കാണാനും. നല്ലൊരു മണം നമ്മുടെ റൂമിന് വരും. കുറേ മണം ഞാൻ എൻ്റെ റൂമിന് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെർഫ്യൂംസ്, ക്യാൻഡിൽസ്, സെൻറ്റഡ് ക്യാൻഡിൽസ്, പിന്നെ ഇങ്ങനത്തെ അലക്കുലത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കത്തിച്ച് വെച്ചു. ആദ്യം കത്തിച്ചപ്പോൾ നല്ലോണം കത്തിയില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നും കൂടി എടുത്ത് കത്തിക്കുകയാണ്. ഇപ്പോഴാണത് കറക്റ്റായിട്ട് കേട്ടോ, പുക പോകുന്നുണ്ടോ, നല്ല രസത്തിലേ കാണാൻ. ഇപ്പോഴാണത് കറക്റ്റായിട്ട് കത്തിയത്. അപ്പോൾ ഞാൻ അത് കത്തിച്ച് വെച്ചു. പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ സ്ക്വിഡ് ഗെയിം ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കണ്ടിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി എപ്പിസോഡ് വെച്ചിട്ട് കാണുമായിരുന്നു. കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്നു. കാരണം നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് സീസണിനെക്കാളിലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സെക്കൻഡ് എപ്പിസോഡിൽ ഇങ്ങനെ പയ്യെ ഇരുന്നിരുന്ന് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഹെയറിന് ഒന്ന് ഹെയർ കെയർ ചെയ്തേക്കാമെന്ന്. അപ്പം ഞാനൊരു നമ്മുടെ ഒരു ഹെയർ ആൻറ്റി ഡാൻഡ്രഫ് സിറം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയൻ വന്നു, ഗൈസ് മീറ്റ് മൈ ബ്രദർ ശ്രീഹരി ഭൗമൻ, ദിസ് ഈസ് ഹിം. ഓക്കെ, അപ്പം അവൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓടി ചമ്മിപ്പോയി. എന്നാലും ഞാൻ പിടിച്ച് ക്യാമറയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അതാ ഞാനിങ്ങനെ ഓരോ മുടി നല്ലതുപോലെ ഒന്ന് കോംബ് ചെയ്തിട്ട് നമ്മുടെ ഈ സിറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ആൻറ്റി ഡാൻഡ്രഫ് സിറമാണ് കേട്ടോ. ഒരു ദിവസത്തേക്കേ ഉള്ളൂ ഈ ഡാൻഡ്രഫ് പോകും നമുക്ക് തോന്നുന്ന. അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ഡാൻഡ്രഫ് തിരിച്ചു വരും. വലിയ കാര്യമൊന്നുമില്ല അത് ഉപയോഗിക്കുന്നതിൽ. പിന്നെ വേസ്റ്റ് ആക്കരുത്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ നോ വേസ്റ്റ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ സീരീസൊക്കെ കണ്ടിട്ട് നല്ലതുപോലെ ഹെഡിലേക്ക് ഈ ഒരു സിറം നല്ലതുപോലെ കോംബ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ സിറം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമുക്ക് നല്ലൊരു ആൻറ്റി ഡാൻഡ്രഫ് സിറം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇഫ് യു നോ സംതിങ് ഡു കമൻറ്റ് ബിലോ കേട്ടോ, എനിക്കിവിടെ ഷെയർ ചെയ്യണേ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മുടിയിലെ കുരുക്കൊക്കെ കയറാനായിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനൊരു സിറം എടുത്തിട്ട് ഓരോ വകുപ്പ് എടുത്തിട്ട് അതിലേക്കാണ് ഈ ഒരു സിറം അപ്ലൈ ചെയ്യുന്നത്. കാരണം എല്ലായിടത്തും നമുക്ക് എത്തണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഷീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ നല്ലതുപോലെ തല മസാജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിലിക്കൺ ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്, ബെറ്റർ. സോ ഇങ്ങനെ കണ്ടില്ലേ അപ്ലൈ ചെയ്യും. പക്ഷെ തലയിലോട്ട് ഇത് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പുണ്ട്. അല്ലാതെ താരൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നല്ലതുപോലെ ഡ്രൈ ആവുകയാണ് ചെയ്യാറ് നമ്മുടെ സ്കാൽപ്പ്. പിന്നെ ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ആ ഒരു പ്രശ്നമില്ലാത്ത. പക്ഷെ നമുക്ക് നല്ല ഇറിറ്റേഷൻ, ഇച്ചിങ് അതിനൊക്കെ നല്ല കുറവുണ്ടാകും. പക്ഷെ ഈ പൊടിയായിട്ട് വരുന്ന പ്രശ്നം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ടല്ലോ, നമുക്ക് കൂടുതലും താരം വരുന്നത് ആക്ച്വലി നമ്മുടെ വിയർപ്പൊക്കെ തലയിൽ തങ്ങി നിൽക്കുമ്പോഴാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ചിലവരുടെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിരിക്കും. എൻ്റെ ഭയങ്കര ഡ്രൈ ആണ്, പെട്ടെന്ന് ഡ്രൈ ആവുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വേറൊരു സൊല്യൂഷൻ കണ്ടെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ വെറും വയറ്റിൽ നെയ്യ് കഴിച്ചാൽ അത് നമ്മുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസായി ഇരിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ, കമൻറ്റ് ചെയ്യണേ. ഇതായിരുന്നു ഞാൻ പറഞ്ഞ സിലിക്ക ബ്രഷ്. ആക്ച്വലി ഇത് ഷാമ്പു ചെയ്യുമ്പോഴും പിന്നെ ഈ ഹെഡ് മസാജ് ചെയ്യാനും ഒരു കിടില സാധനമാണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് ചെയ്താൽ മതി, സംഭവം സെറ്റാവും. അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു പടം വരയ്ക്കാമെന്ന്. അപ്പം ഞാനെൻ്റെ വാട്ടർ കളറും പിന്നെ വരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം താഴെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ഉപയോഗിക്കാറേ ഇല്ല. ഇങ്ങനെ പണ്ട് ഒരു സമയം ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇന്നെന്നിലെ
ഉറങ്ങിക്കിടക്കുന്ന കലാബോധത്തെ തട്ടിയെടുക്കാം. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങളെല്ലാം പെറുക്കി വെള്ളവും ബ്രഷും ഒക്കെ പെറുക്കിയെടുത്തിട്ട് വന്നിട്ട് ഇന്ന് എൻ്റെ ഒരു ഡ്രോയിങ് സെഷനായിരുന്നു. സോ എന്തോ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ വരച്ചു. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്വിഡ് ഗെയിം പ്ലേയിങ് ആണ് കേട്ടോ. ഈ ഒരു ഡ്രോയിങ് ഷീറ്റ്സ് ഉണ്ടല്ലോ, ആക്ച്വലി ഇതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ഒരു ചേട്ടൻ, എൻ്റെ ഓഫീസിലൊരു ചേട്ടൻ. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനത് യൂസ് ആക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. മെയിൻലി സമയം കിട്ടാറില്ല, പിന്നെ ഞാൻ അതിനു വേണ്ടി മെനക്കെടാറില്ലായിരുന്നു. അപ്പം 2025 അല്ലേ, നമ്മുടെ പുതിയ കുറച്ച് തീരുമാനങ്ങളിൽ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് ഡ്രോയിങ് ചെയ്യാൻ കരുതിയത്. പിന്നെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറേ കുറയ്ക്കാൻ ഡ്രോയിങ് നല്ലതാണെന്ന് ഞാനൊരു റീല് കണ്ടു കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി കൂടെയാണെന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. അപ്പം എന്നെ പോലെ ആരൊക്കെയുണ്ട് ഈ ഒരു ഹോബി ഉള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ കമൻറ്റ് ഡൗൺ പറയാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. വെയിറ്റ് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ ഭാവന. ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ഭയങ്കര വ്യൂസ് കുറവാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നില്ലെന്ന് തോന്നുന്നു. നോട്ടിഫിക്കേഷൻ ബട്ടൺ എപ്പോഴും ഓണാക്കി ഇടുക, എങ്കിലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അറിയുള്ളൂ. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാനൊരു കിടിലം പടമൊക്കെ വരച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൈ ആയിരുന്നു എൻ്റെ തീമെന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഒരു റിലാക്സേഷൻ തോന്നി. ആക്ച്വലി അത് വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡിനുള്ളത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണല്ലോ അല്ലേ. അപ്പോൾ കുറേ നേരം നിങ്ങൾക്ക് ബോറടിച്ചോ ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതായിരുന്നു ഞാൻ വരച്ചത്. എങ്ങനെയുണ്ട്? ഒരു മൂണും കുറേ സ്റ്റാർസും ഡാർക്ക് ബ്ലൂ സ്കൈയും, ഇതായിരുന്നു സംഭവം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ നാളിന് ശേഷം ബാക്ക് ടു നമ്മുടെ കളേഴ്സൊക്കെ എടുത്തപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടില്ലേ, നല്ല രസമില്ലേ? നമ്മുടെ കുറേ ഇമാജിനേഷൻസ് നമുക്ക് വരയ്ക്കുമ്പോൾ കുറേ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതൊക്കെ. അപ്പോൾ ഈ ഗെയിം ഞാൻ ബാക്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ എല്ലാ എപ്പിസോഡ്സും കാണാൻ തുടങ്ങി. അപ്പോൾ കുറേ ഒരു ചിൽ മോഡായിരുന്നു ആക്ച്വലി. ഞാൻ ആ ക്യാൻഡിലെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടോ, കുറച്ചുകൂടെ മണം അടുത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. സ്ക്വിഡ് ഗെയിം ഫസ്റ്റ് സീസണിനെക്കാളും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഗെയിംസൊക്കെ കുറവായിട്ട് തോന്നി. എന്തായാലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് പിന്നൊന്ന് ഫ്രഷ് ആവാമെന്ന്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു സമയം ഒരു 8 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നൈറ്റ്. അപ്പോൾ ഞാൻ ഫ്രഷ് ആവാൻ കയറി. അങ്ങനെ ഫ്രഷായി തിരിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇനി നമ്മുടെ സ്കിൻ കെയർ ആണ്. അപ്പോൾ നൈറ്റ് സ്കിൻ കെയറും എൻ്റെ മോർണിംഗ് സ്കിൻ കെയറും ഏകദേശം സെയിം ആണ്. എൻ്റെ സിറം തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ അണ്ടർ ഐ സിറം ഉണ്ടല്ലോ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. വലിയ ഗുണമില്ല അത് ആക്ച്വലി. പിന്നെ മുഖത്ത് സിറം ഈ ടോണർ മാത്രം ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്കെന്തോ പ്ലെയിനായിട്ട് ഫീൽ ചെയ്യും, ഒരു ഡ്രൈനെസ് പോലെ. അപ്പോൾ ഞാൻ ഈ അണ്ടർ ഐ സിറം കണ്ണിൻ്റെ അവിടെയെങ്കിലും ഇട്ടോട്ടേ എന്ന് വിചാരിച്ചു. ഡാർക്ക്നെസ് മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. ലോറിയൻ്റെ ഐസിറാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മൾ ടോണർ എപ്പോഴും അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് നമ്മുടെ എയർ ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അണ്ടർ ഐ സിറം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ കണ്ണിൻ്റെ മുകളിലായിട്ടും പിന്നെ അതേപോലെ കണ്ണിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് അബ്സോർബായി പോകാറുള്ളൂ. അപ്പോൾ കൂടുതലാണെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇടാറുണ്ട്, ബിക്കോസ് വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം കുറച്ച് അധികം ആണെങ്കിൽ കണ്ണിൻ്റെ അവിടെ ഒരു ഗുളു ഫീൽ വരും. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ എൻകഫേൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആക്ച്വലി എനിക്ക് അത്ര ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസർ അത് വൺ ഓഫ് ദി ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഞാൻ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തീർന്നപ്പോഴാണ് ഞാൻ ഇതെടുത്തത്. ഇത് കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നി. ഇത് മുഖത്തിടുമ്പോൾ നമുക്ക് എന്തോ മുഖത്ത് അപ്ലൈ ചെയ്യുന്നിട്ട് ആ ഒരു ഫീൽ, എന്തോ മുഖത്ത് ഇരിപ്പുണ്ടെന്നൊരു ഫീല് തോന്നും. മറ്റേത് അങ്ങനെയല്ലായിരുന്നു. അത് ആക്ച്വലി ഈ സംഭവം തന്നെ കുറച്ച് കട്ടിയാണ്. ആൻഡ് സ്മെല്ല് നല്ല സ്മെല്ലൊക്കെ തന്നെയാണ്. നമ്മുടെ എൻകഫേൻ്റെ നോർമലി ഉള്ള ബോഡി വാഷിൻ്റെയും അതിൻ്റെയൊക്കെ സെയിം സ്മെല്ല് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മൈൽഡ് സ്മെല്ലാണ്, അത്രയ്ക്ക് അങ്ങ് ഹെവി ആയിട്ടില്ല, കുറച്ച് കുറവാണ്. പക്ഷേ എങ്കിലും ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സംഭവം എടുക്കുമ്പോൾ അത്ര ഒരു എന്തോ ഫേസിൽ നമുക്ക് എന്തോ ഇരിക്കുന്ന ഒരു ഫീല് തോന്നുമല്ലോ, ആ ഒരു ഫീൽ ഈ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഉണ്ട്.
നല്ലതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒന്നാമതിപ്പോൾ ഒരു തണുപ്പ് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ സ്കിൻ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാനൊന്ന് ഡാബ് ചെയ്യും. ആക്ച്വലി ഇത് ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഫേസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാബിങ് ടെക്നിക്ക് നല്ലതെന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ നല്ലൊരു എന്തൊക്കെയാണ് പറയണേ, നല്ലത് നാക്കുള്ളുക്കി ഗൈസ്, നല്ലതുപോലെ ചെയ്യായിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ഞാനത് വിട്ടുപോയി. ഇപ്പോൾ ഞാൻ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസറും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിപ് ബാം വേണം യൂസ് ചെയ്യേണ്ടത്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ഇവിടെ കഴിയും. അപ്പോൾ ഞാൻ ഈ വാസ്ലിൻ്റെ ഒരു കുഞ്ഞി ടപ്പയിൽ ഒരു 9 രൂപയുടെ ഒരു സംഭവം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നല്ലതാണ് കേട്ടോ. വാസ്ലിൻ ആക്ച്വലി ഓഫ് കോഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നമ്മുടെ മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പം ലിപ്പ് നല്ലോണം ചോപ്ഡ് ആയിട്ട് പോവുക, സ്കിൻ പീൽ ഔട്ട് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ ഒരു വാസ്ലിൻ്റെ ഇത് സംഭവം യൂസ് ചെയ്യാൻ പറ്റും. കാരണം സംഭവം ഒരു അടിപൊളിയാണ്. ഞാൻ നോർമലി നമ്മുടെ ഡോട്ടങ്കിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടിട്ട് പോലും എൻ്റെ ഒരു സ്കിൻ ഡ്രൈനെസ് അത് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ വാസ്ലിൻ എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് നമ്മുടെ തലമുടി ഒന്ന് ഉണക്കുകയാണ്. കാരണം ഞാൻ കെട്ടി വെച്ചേക്കുകയാണല്ലോ, എന്തായാലും രാത്രിയായി. അപ്പോൾ നല്ലതുപോലെ ഉണക്കിയിട്ട് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഷാമ്പൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാമ്പൂ ഓഫ് കോഴ്സ് മെട്രിക്സിൻ്റെ ഷാമ്പൂവും ബയോലോഗിൻ്റെ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്തത്. അതിട്ട് കഴുകി അത്രേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും അതെൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല, ചീപ്പ് കൊണ്ട് ചെയ്യാൻ പാടില്ല, കൈവച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ ഒരു യൂട്യൂബ് നോട്ട് ചെയ്യുന്ന കുറേ ബുക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ടിക്ക് ഔട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടോ, കണ്ടൻറ് ക്ഷാമ തോന്നുമ്പോൾ ഞാൻ ഈ ബുക്ക് തുറന്ന് നോക്കും. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അതിപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുമ്പ് ചെയ്തതാണ്. വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ചെയ്യട്ടോ. ട്രിവാൻഡ്രാണെങ്കിൽ ഞാൻ ഇതൊക്കെ വിട്ടുപോകും. രാത്രിയിൽ വരുന്നു, കുറച്ച് റീൽസ് കാണുന്നു, കിടക്കുന്നു, അങ്ങനെ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ളതെല്ലാം കംപ്ലീറ്റ് ആയോ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോട്ട് ഔട്ട് ചെയ്ത് വെക്കുകയാണ്. നോട്ട് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഓഫ് കോഴ്സ് നാളെ തിരിച്ച് ട്രിവാൻഡ്രം പോവാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. ഇപ്രാവശ്യം വളരെയധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗോതമ്പ് പൊടിയും ഒരു തേങ്ങയും പിന്നെ അങ്ങനത്തെ കുറച്ച് ചില്ലറ സാധനങ്ങൾ മാത്രമേ ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കാരണം ഇത് തന്നെ വെക്കുമ്പോൾ എനിക്ക് ഒടുക്കത്തെ വെയിറ്റ് തൂക്കി എൻ്റെ തോളെനിക്ക് വേദനയാണ് ഗൈസ്. അപ്പോൾ ഒന്നാമതിപ്പം കണ്ടിന്യൂസ് ഈ ട്രാവലിങ്ങും ഈ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ മാക്സിമം ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. കാരണം രാവിലെ ആകുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭയങ്കര ഹറിബറി ആയിട്ട് കുറേ സാധനങ്ങൾ മിസ് ചെയ്ത് ഞാൻ വീട്ടിലിട്ടിട്ടാണ് വന്നത്. എൻ്റെ ഈവൻ എൻ്റെ പേഴ്സ് പോലും ഞാൻ വീട്ടിലിട്ടിട്ടാണ് വന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ തലേന്ന് എല്ലാം എടുത്ത് വെച്ചു കൊണ്ടുപോകാനുള്ളതൊക്കെ. അപ്പം ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ബുക്ക് വായിക്കാമെന്ന് കരുതി. അപ്പം ആക്ച്വലി ഇത് നല്ലൊരു ബുക്കാണ്. ഈ ഒരു ബുക്കിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഡു എപ്പിക് ഷിറ്റ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. അതായത് വായിക്കാൻ ഒത്തിരി മടിയുള്ളവർക്ക്, സ്റ്റാർട്ടേഴ്സിന്, ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ബുക്കാണ്. കാരണം ഇതിൽ ഇങ്ങനെ പാരഗ്രാഫ് പോലെയല്ല കണ്ടൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, പോയിൻറ്റ് വൈസ് ആണ്. പിന്നെ കുറേ നമുക്ക് നല്ല മോട്ടിവേറ്റഡ് ആകും നമ്മൾ. ഇതിന്ന് മോട്ടിവേഷൻ കിട്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിന് ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടോ. ഞാൻ കൂടുതലും എൻ്റെ ബുക്ക്സ് ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ DC ബുക്സിൻ്റെ സ്റ്റോറിൽ നിന്നും അങ്ങനത്തെ ക്രോസ് വേർഡ്സ് ഇതൊക്കെ ആയിരിക്കും വാങ്ങിക്കാറ്. ഓക്കെ, അപ്പം ഞാൻ ഒരു ബുക്കൊക്കെ വായിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിടക്കാനുള്ള സമയമായി. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല എനിക്ക്. അപ്പം തന്നെ ടൈം ഒരു 10-11 ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ഡൗൺ ചെയ്യാം കേട്ടോ. അടുത്ത ഏത് വീഡിയോ വേണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ഓക്കെടാ, ബൈ.